ഹലോ ഹായ് കൂട്ടുകാരെ, സിന്ധുസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു ചിക്കൻ പുലാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായ സാധനം 3 സവാള, 1 തക്കാളി, 1 പീസ് ഇഞ്ചി, 5-6 വെളുത്തുള്ളി, 5 പച്ചമുളക്, പട്ട, ഏലക്ക, ഗ്രാമ്പ്, തക്കോലം, മുന്തിരിപ്പഴം, അണ്ടിപ്പരിപ്പ്, ഡാൽഡ, മല്ലിയില, പുതിനയില, ഫ്രൂട്ടി, നെയ്യ്, ചിക്കൻ ക്യൂബ്, ബസുമതി റൈസ്. ഇനി ഒരു ജാർ എടുക്കുക. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, പുതിനയില, വെളുത്തുള്ളി ഇത്രയും ചേർത്ത് ചതച്ചെടുക്കാം. നമ്മളിതാ ചതച്ച് വെച്ചിട്ടുണ്ട്, അതവിടെ ഇരുന്നോട്ടെ. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തക്കാളിയും സവാളയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. അതിനുശേഷം അടുപ്പത്ത് ഒരു പാത്രം വയ്ക്കാം. അതിലേക്ക് ഡാൽഡ ഒഴിക്കാം. അതിനുശേഷം മുന്തിരിപ്പഴവും അണ്ടിപ്പരിപ്പും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വറുത്ത് കോരാം. അതിനുശേഷം അതേ എണ്ണയിലേക്ക് സവാള ചേർക്കുക. സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വഴറ്റുക. അതിനുശേഷം 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ ഡാൽഡ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കൈവശമുള്ള ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിലും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും. പക്ഷേ വെളിച്ചെണ്ണ ചേർക്കരുത്. അപ്പോൾ നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴന്നതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പ്, ഏലക്ക, തക്കോലം ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് വഴറ്റണം. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും, 1/2 സ്പൂൺ. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറും വരെ നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കയറി നോക്കാം. അതിനുശേഷം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഒഴിക്കുക. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് അതേ ഗ്ലാസ്സിലായിരിക്കണം വെള്ളം എടുക്കേണ്ടത്. അതിനുശേഷം ചിക്കൻ ക്യൂബ്, ഞാനിവിടെ 5 ഗ്ലാസ് അരി എടുത്തതുകൊണ്ട് 6 ക്യൂബാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി മൂടി വയ്ക്കാം. തിള വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ്. ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയതിന് ശേഷം അതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ 1 ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ക്യൂബിനകത്ത് നന്നായിട്ട് ഉപ്പുണ്ട്. അന്നേരം ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയേ ചേർക്കാവൂ. നമുക്കിനി മൂടി വയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് അതിനെ മൂടി വയ്ക്കാം. ആവി പുറത്ത് പോകാതിരിക്കാനാണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വെള്ളം വച്ചിരിക്കുന്നത്. ഇനി തീ കുറച്ച് വെക്കണം. നമുക്കൊരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. എന്തായാലും ഇത് റെഡി ആയിട്ടില്ല. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ വീണ്ടും ഒന്നുകൂടെ മൂടി വയ്ക്കാം. ഇതിൽ വെള്ളമെല്ലാം പാകമാണ്. വേറെ വെള്ളമൊന്നും ഒഴിക്കരുത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അതാണ് കറക്റ്റ്. നമുക്കിനി അവസാനമായിട്ട് അതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. ഒന്ന് ഇളക്കണം. ഇതാണ് കറക്റ്റായിട്ടുള്ള പരുവം. നമ്മുടെ ചിക്കൻ പുലാവ് റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, നമ്മുടെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിപ്പഴം, ഫ്രൂട്ടി ഇത്രയും ചേർത്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് ഫ്രണ്ട്സ്. എല്ലാവരും വച്ച് നോക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യ് ചേർത്തിട്ടില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.